ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ പയ്യന്നൂർ സൈഡിലൊക്കെ സദ്യക്ക് ഉണ്ടാക്കിയെടുക്കുന്ന, കല്യാണത്തിനാണെങ്കിലും അല്ലെങ്കിൽ വിഷു ഓണം സദ്യയിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന കൂട്ടുകറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് കടല ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂറെങ്കിലും കടല കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഏകദേശം വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഈ കടലയൊന്ന് മുങ്ങിക്കിടക്കാനുള്ള പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളൊരു 4-5 വിസിലടിപ്പിക്കുമ്പോഴത്തേക്കും ഇത് നല്ല കറക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 4 വിസിലടിച്ച് കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ പോയതിന് ശേഷമുള്ളതാണ് കേട്ടോ. പ്രഷർ നമ്മൾ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ 2 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കായ അരിയുന്ന സമയത്ത് അത്യാവശ്യം കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. പച്ചക്കായ ചേർക്കുന്ന ഏകദേശം അതേ അളവിൽ തന്നെ ചേനയും അതേ സൈസിൽ തന്നെ ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട്. അപ്പോൾ ആ 2 പച്ചക്കായ്ക്ക് കണക്കായിട്ട് ഏകദേശം ചേനയും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് കുരുമുളക് പൊടി കുറച്ച് കയറി നിൽക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ ആവശ്യാനുസരണം ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഉപയോഗിക്കരുത്, അപ്പോൾ കറി ഭയങ്കര ലൂസായി പോകും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു വിസിലടിപ്പിച്ചാൽ മതി. വിസിലടിച്ച് കഴിഞ്ഞപാടെ പ്രഷർ കളയാൻ വേണ്ടി നോക്കുക. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ തേങ്ങ ഒതുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1/4 കപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ കുറച്ച് തേങ്ങ മാത്രമേ നമ്മൾ ഒതുക്കിയെടുക്കണ്ടൂ. ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം അഥവാ കറി ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒതുക്കിയെടുത്താൽ മതി. വെള്ളം ചേർത്തിട്ട് നമ്മളെ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഇത്തിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ നേരത്തെ ഒതുക്കിയെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു 1/4 കപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വറുത്തെടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ തേങ്ങ ഉപയോഗിക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ 1 കപ്പ് മുഴുവനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ എത്രത്തോളം വറുത്ത് ചേർക്കുന്ന കൂട്ടുകറിയിൽ അത്രയധികം നമ്മുടെ കൂട്ടുകറി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തേങ്ങ ഒതുക്കിയെടുക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ല, ഈ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചേനയും കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടില്ല, കണ്ടില്ല. ജസ്റ്റ് ഒരു വിസിലടിച്ചതിന് ശേഷം അപ്പോൾ തന്നെ പ്രഷർ കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഇത് ഉടച്ചു കൊടുക്കണം. മുഴുവനായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ ആകുന്ന രീതിയിൽ ചെയ്തെടുക്കരുത്. ജസ്റ്റ് തവി വെച്ചിട്ട് കടലയും കായൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടും ചേർക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ടേക്ക് ചേർത്തിട്ട് പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്തും ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടുതൽ കയറി നിൽക്കണം എന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പാകത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറിയാണിത്. അപ്പോൾ ഇതിനകത്ത് ശർക്കരയും നെയ്യൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ അവിടെ അങ്ങനെ ആഡ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.